നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ? എൻ്റെ പേര് ജയപ്രകാശ്. വീട് എവിടെയാ? വീട് പാലം. എന്ത് ചെയ്യുന്നു? ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, റിട്ടയർഡായി. ഓക്കെ. നല്ല ജിം ബോഡിയാണല്ലോ, നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണ്. ചെറുപ്പം വരെ സ്പോർട്സിലുണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് ഇപ്പോഴും ഈ എക്സസൈസിനോടൊക്കെ വളരെ താല്പര്യമാണ്. വെരി ഗുഡ്. നല്ല ബോഡിയാണ്, ബൈസെപ്സ് ഒക്കെ നല്ല കട്ടയ്ക്ക് നിൽക്കുന്നു. പക്ഷെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കഫക്കെട്ടും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് നേരത്തെ നമ്മൾ ഈ വിയർപ്പ് തലയിൽ താഴുമ്പോഴത്തെ എനിക്ക് കഫക്കെട്ടൽ ഉണ്ടാവുമായിരുന്നു. അതന്ന് തന്നെ അങ്ങ് മാറുമായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ലാസ്റ്റ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിന് മുമ്പ് ഒരു 4 മാസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ കഫക്കെട്ടൽ വിട്ട് മാറുന്നില്ല. ഞാനത് പാലയിൽ തന്നെ ഒരു പൾമനോളജിസ്റ്റിനെ കാണിച്ചു. മരുന്ന് തരും മാറും. ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ഉണ്ടാകും. ഒരു വിഷയമില്ല, മരുന്ന് കഴിച്ച് മടുത്തു, ഭയങ്കര ക്ഷീണവും. അപ്പോൾ ഞാൻ ഒരു മാസത്തോളമൊക്കെ ഞാൻ ഒരു എക്സസൈസും ചെയ്യാതെ തന്നെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ ഇങ്ങനെ ഡോക്ടറുടെ ഇത് കണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അലർജി ടെസ്റ്റ് ചെയ്തു, സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു, പിന്നെ ഒരു വാക്സിനേഷൻ എടുത്തു. വാക്സിനേഷൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇന്ന് വരെ കഫക്കെട്ടിൽ വന്നിട്ടില്ല. ഞാൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നു. വെരി ഗുഡ്. അങ്ങനെ നിൽക്കട്ടെ. ജയപ്രകാശ് ചേട്ടനെ കണ്ടെന്നാ പറയില്ല. എത്രയുണ്ട് വയസ്സ്? അതിനകത്തോളം ഉണ്ട്. 59 വയസ്സുണ്ട്. പക്ഷെ കണ്ടെന്ന ഒരു 45 പറയത്തുള്ളൂ അല്ലേ? മിടുക്കനായിട്ടിരിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ ഇഞ്ചക്ഷനും കൂടി എടുക്കാം. നമുക്ക് ഈ അലർജി ഒത്തിരി പ്രശ്നങ്ങളായിട്ട് 190 ആണ് മറ്റേ IG ലെവല്. അപ്പം 190 പിന്നെ ഇത് മതി. ഇപ്പം തൽക്കാലം ഈ അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്തിനാണ് അലർജി ഉണ്ടാകുന്നതെന്നുള്ളത് അറിയാതെ പോകും. നമ്പർ കൂടെ ഒന്ന് പറയാമോ? 9446995427. ഓക്കെ. അപ്പം ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മുടെ നമ്പറും കൂടെ കൊടുത്തേക്കാം, 8877116672. അപ്പോൾ ഒത്തിരി സന്തോഷം. ജയപ്രകാശ് ചേട്ടൻ്റെ അലർജി, കഫക്കെട്ട്, പിന്നെ കണ്ണുചൊറിച്ചിലും ഉണ്ടായിരുന്നു അല്ലേ? കണ്ണുചൊറിച്ചിൽ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. കണ്ണുചൊറിച്ചിലുണ്ടായിരുന്നു. ഇപ്പം അത് മാറി. പിന്നെ എനിക്ക് ശരിക്കും ഇങ്ങനെ ഇടയ്ക്ക് വലിച്ചു വിടേണ്ടി വരുമായിരുന്നേ, ബ്രീത്തിങ്ങിന്റെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ കാര്യമായിട്ടില്ല, എന്നാലും ബ്രീത്തിങ്ങിന്റെ ലൈറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ ഓടുമ്പോഴൊക്കെ ശ്വാസം മുട്ടൽ കിതപ്പ് കൂടുതലായിട്ടുണ്ടാവുമായിരുന്നു? അതെനിക്ക് ഇപ്പോഴും ഇല്ല, ആ സമയത്തും ഇല്ലായിരുന്നു. പക്ഷേ ഈ കഫക്കെട്ടലായിരുന്നു. ഞാൻ ഈ ആ ടൈമിൽ ഞാൻ ഓടുമായിരുന്നു. റണ്ണിങ്ങിലൊന്നും എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല. ഓക്കെ. ഒരിക്കലും. ഓക്കെ ജയപ്രകാശ് ചേട്ടാ. എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയിൽ നമ്മൾ എക്സസൈസ് ഒഴിവാക്കാനല്ല പറയുക, നമ്മളിതിൻ്റെ മരുന്നെടുത്ത് ഈ അലർജി പൂർണ്ണമായിട്ട് മാറ്റാനാണ്. നമുക്ക് പഠിക്കാൻ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറഞ്ഞ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.